ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഓഗസ്റ്റ് 17-ന് വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്ത നിങ്ങളുടെ ബേസിക് സയൻസിലെ നോ ദ പ്ലാൻ വേൾഡ് ക്ലോസ്ലി സസ്യലോകത്തെ അടുത്തറിയാം ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. എന്താണ്? സസ്യവൈവിധ്യ രജിസ്റ്റർ അല്ലേ, പ്ലാൻ ഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അപ്പോൾ ഞാൻ അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ച് കുറച്ച് സസ്യങ്ങളുടെ പേരുകളും അവയുടെ ചിത്രവും അതുപോലെ തന്നെ അവയുടെ ചില പ്രത്യേകതകളും അതൊരു പട്ടികയായി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 20 സസ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഇംഗ്ലീഷിലുമുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്പർ കൊടുക്കണം, പേരും ചിത്രവും, പ്രത്യേകത, ഉപയോഗം. ഇതാണ് സസ്യ വൈവിധ്യ രജിസ്റ്റർ. അപ്പം നമ്മൾ ആദ്യം മലയാളത്തിൽ പറയും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഇംഗ്ലീഷും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു ചെടിയായിട്ട് പറയുന്നത് ചെമ്പരത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു സസ്യമാണ് ചെമ്പരത്തി അല്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ കാണപ്പെടുന്നതാണ്. എന്താണ് പ്രത്യേകത? അതൊരു കുറ്റിച്ചെടിയാണെന്ന് പറയാം. അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാകുന്നു, വലിയ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതാണ് നമുക്കറിയാവുന്ന പ്രത്യേകത. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം, ഇതൊരു ഔഷധ സസ്യമാണ്. അതായത് ചെമ്പരത്തിയുടെ പൂക്കളും ഇലകളും വേരും എല്ലാം നമ്മൾ ഔഷധം, മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തത് മുല്ല. മുല്ല നിങ്ങൾക്കറിയാമല്ലോ, നല്ല സുഗന്ധമുള്ള പൂക്കളാണ് അല്ലേ. മുല്ലയ്ക്ക് വള്ളികളായും കുറ്റിച്ചെടിയായും കാണപ്പെടുന്നു. 2 തരത്തിൽ മുല്ലകൾ നമ്മൾ കാണാറുണ്ട്. ചില മരങ്ങളിൽ പടർന്നു കയറുന്ന മുല്ലകളുണ്ട്, അതുപോലെ കുറ്റിച്ചെടിയായിട്ട് നിന്ന് ഉണ്ടാകുന്നതുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. ഇതൊരു അലങ്കാര ചെടിയാണെന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ്. ആദ്യം പറഞ്ഞത് ഹിബിസ്കസ് ആയിരുന്നു അല്ലേ. ഹിബിസ്കസ് എന്നാണ് ചെമ്പരത്തിക്ക് പറയുന്നത്. അതിൻ്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ: ഷ്രബാണ്, കുറ്റിച്ചെടിയായിട്ട് കാണപ്പെടുന്നു. ലാർജ് കളർഫുൾ ഫ്ലവേഴ്സ്, നല്ല കളറുള്ള വലിയ പൂക്കൾ. അതിൻ്റെ യൂസ് എന്താണ്? ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. രണ്ടാമത്തത് ജാസ്മിൻ, സീനാസ് ഷ്രബ് ആൻഡ് ക്ലൈംബിംഗ് പ്ലാന്റ്. ഫ്ലവേഴ്സ് ഹാവ് ഗുഡ് സ്മെല്ല്. കുറ്റിച്ചെടിയായിട്ടും കാണപ്പെടുന്നുണ്ട്, അതുപോലെ ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ യൂസ്: ഇറ്റ്സ് ആൻ ഓർണമെൻ്റൽ പ്ലാന്റ്, അതൊരു അലങ്കാര ചെടിയാണ്. അടുത്തത് ആടലോടകം. ആടലോടകത്തിൻ്റെ പ്രത്യേകത, അതിന് നീണ്ട ഇലകളായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലരുടെയൊക്കെ വീടുകളിൽ കാണാം ആടലോടകം. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഔഷധ സസ്യമാണ്. നമ്മൾ പനി അതുപോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ആടലോടകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് തുളസി. തുളസി എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് അല്ലേ. എന്താണ് തുളസിയുടെ പ്രത്യേകത? അതും കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്, ഒരു ഔഷധ സസ്യമാണ്. വേറെയും ഉപയോഗം നമുക്ക് പറയാം. തുളസി പൂജയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അല്ലേ. അതുപോലെ തന്നെ അടുത്തത് തെച്ചി. തെച്ചി, ചെറ്റി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തെച്ചി ചെറിയ പൂക്കൾ കുലകളായിട്ട് കാണുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൽ പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇതൊരു ഔഷധ സസ്യവുമാണ്. തെച്ചി ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ പറയാം നമുക്ക്. ആടലോടകത്തിനെ അഡാത്തോഡ എന്നാണ് പറയുന്നത്. അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ലോങ് ലീവ്സ് ആണ്. ഇതിൻ്റെ യൂസ്: ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. അതുപോലെ തന്നെ അടുത്തത് തുളസി. തുളസിക്ക് ബേസിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇറ്റ്സ് എ ഷ്രബ്, അതൊരു കുറ്റിച്ചെടിയാണ്. ലീവ്സ് ഹാവ് സ്പെഷ്യൽ സ്മെല്ല്, ഇലകൾക്ക് പ്രത്യേക ഗന്ധമുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. പിന്നെ തെച്ചി അല്ലെങ്കിൽ ഇക്സോറ. ഇക്സോറ എന്നാണ് തെച്ചിക്ക് പറയുന്നത്. സ്മോൾ ഫ്ലവേഴ്സ് ഇൻ ക്ലസ്റ്റേഴ്സ്, ചെറിയ പൂക്കൾ കുലകളായിട്ട് കാണപ്പെടുന്നു. ഇറ്റ്സ് ഓൾസോ എ മെഡിസിനൽ പ്ലാന്റ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് വലിയ മരമായിട്ടാണ് കാണപ്പെടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മരങ്ങളായിട്ട് വളരുന്നു, ധാരാളം ഇലകളുണ്ടാകുന്നു, നിറയെ ഇലകളുണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത, ഇതൊരു ഔഷധ സസ്യമാണ്. ഇതും പലതരത്തിലുള്ള മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം നമ്മുടെ വേലിപ്പടർപ്പിലൊക്കെ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ്. വള്ളികളായി പടർന്ന് വളരുന്നു, അതൊരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. അടുത്തത് കറ്റാർ വാഴ. കറ്റാർ വാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ തലയിൽ മുടിയിലൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. കറ്റാർ വാഴയുടെ പ്രത്യേകത, അതിൻ്റെ ആ ഒരു മുകളിൽ കാണുന്ന ആ ഭാഗത്തിൽ ജലാംശം കൂടുതലായിരിക്കും. അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നിറയെ വെള്ളമുണ്ടാകും. അതും ഒരു ഔഷധ സസ്യമാണ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം നമുക്ക്? ആര്യവേപ്പിനെ നീം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, ലാർജ് ട്രീസ് ആയിരിക്കും, പ്ലെൻറ്റി ഓഫ് ലീവ്സ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. അതിൻ്റെ അടുത്തത്
ശംഖുപുഷ്പം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ എന്നാണ് പറയുന്നത്. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ മെഡിസിനൽ പ്ലാന്റ്. അടുത്തത് അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴ. ഇറ്റ് കണ്ടെയ്ൻസ് എക്സസ് വാട്ടർ, ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്, അതൊരു ഔഷധ സസ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഓർക്കിഡ്സ് പലതരത്തിലുണ്ട്. ഇതുപോലെ മരങ്ങളിൽ വളരുന്ന ഓർക്കിഡുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചട്ടികളിൽ വെക്കുന്ന ഓർക്കിഡുകളുമുണ്ട്. ഓർക്കിഡുകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവ എപ്പിഫൈറ്റുകളാണെന്ന് അല്ലേ. അവയുടെ ഉപയോഗം അവ അലങ്കാര ചെടികളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കുരുമുളകിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകിന് ഒരു പ്രത്യേക ഭാഗമുണ്ട്, ഒരു ചെറിയ വേരുകൾ. അവയ്ക്ക് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? പറ്റുവേരുകൾ അല്ലേ. ഇതൊരു സുഗന്ധ വ്യഞ്ജനമാണ്. അടുത്തത് ചീര 2 നിറത്തിൽ കാണപ്പെടുന്നുണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും പച്ചക്കറിയായിട്ടാണ് ചീര ഉപയോഗിക്കുന്നത്, ഇലക്കറി അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം നമുക്ക്? ഓർക്കിഡ് അല്ലേ. ഓർക്കിഡിൻ്റെ പെക്യുലാരിറ്റി അത് എപ്പിഫൈറ്റ്സ് ആണ്. അതിൻ്റെ യൂസ് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇനി അടുത്തത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്, അതിന് ക്ലിഞ്ചിങ് റൂട്ട്സ് ഉണ്ട് അല്ലേ. ഇത് സ്പൈസസിലാണ് വരുന്നത്, സുഗന്ധ വ്യഞ്ജനം, അതാണ് അതിൻ്റെ യൂസ്. ഇനി സ്പൈനക്ക് അല്ലെങ്കിൽ ചീര, റെഡ് ആൻഡ് ഗ്രീൻ കളർ പ്ലാന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് പാവലിൻ്റെ പ്രത്യേകത, അതിന് പ്രധാനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ, അതുപയോഗിച്ചാണ് അത് വളരുന്നത്. ഇതൊരു പച്ചക്കറിയാണ്. അടുത്തത് പയറ് വള്ളികളായിട്ട് കാണപ്പെടുന്നു, ഇതും ഒരു പച്ചക്കറിയാണ്. അടുത്തത് ചേമ്പിൽ ഭൂകാണ്ഡമുണ്ട് അല്ലേ, ഭൂകാണ്ഡമുള്ള ഒരു സസ്യമാണ് ചേമ്പ്, അത് ഭക്ഷ്യയോഗ്യമാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാവലിന് നമ്മൾ ബിറ്റർ ഗോഡ് എന്ന് പറയും. അതിൻ്റെ പെക്യുലാരിറ്റീസ് ക്ലൈംബേഴ്സ് ആണ്, അതിന് ഡെൻഡ്രിൽസ് ഉണ്ട്. അതിൻ്റെ യൂസ് വെജിറ്റബിൾ. പിന്നെ പീ പ്ലാന്റ്, പയർ, അതും ക്ലൈംബേഴ്സ് ആണ്, അതും വെജിറ്റബിൾസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് കൊളോക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പ്, അതിന് സ്റ്റോറേജ് സ്റ്റെം ഉണ്ട്, ഭൂകാണ്ഡമുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ഓക്കെ, ഇനി അടുത്തത് കാച്ചിൽ വള്ളികളായിട്ട് കാണപ്പെടുന്നു. കാച്ചിലിൻ്റെ മറ്റൊരു പ്രത്യേകത, അതും ഭൂകാണ്ഡത്തിൽ വരുന്നതാണ്. പിന്നെ അതിൻ്റെ ഉപയോഗം ഭക്ഷ്യയോഗ്യമാണ്, കിഴങ്ങ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. അടുത്തത് ഇഞ്ചി ഭൂകാണ്ഡം കാണപ്പെടുന്നു, സുഗന്ധ വ്യഞ്ജനമാണ്. മഞ്ഞളും ഭൂകാണ്ഡത്തിൽ വരുന്നതാണ്, അതും ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. അപ്പോൾ കാച്ചിലിന് ഇംഗ്ലീഷിൽ പറയുന്നത് യാം എന്നാണ്. പെക്യുലാരിറ്റി ക്ലൈംബേഴ്സ് ആണ്, യൂസ് എഡിബിൾ, ഭക്ഷ്യയോഗ്യമാണ്. ഇഞ്ചി, അതിന് സ്റ്റോറേജ് സ്റ്റെം ഉണ്ട്, അത് സ്പൈസസ് ആണ്. ടർമറിക് അല്ലെങ്കിൽ മഞ്ഞളിനും സ്റ്റോറേജ് സ്റ്റെം ആണ്, അതും സ്പൈസസിൽ വരുന്നതാണ്, അതിൻ്റെ യൂസ് സ്പൈസസ് എന്നാണ്. ഓക്കെ, അടുത്തത് പനിക്കൂർക്ക ഇലകൾക്കൊരു പ്രത്യേക മണമുണ്ടാവും. പിന്നെ നമ്മൾ പനിയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്, ഒരു ഔഷധ സസ്യമാണ്. അടുത്തത് കപ്പ, സംഭരണ വേര് കാണപ്പെടുന്ന ഒരു സസ്യമാണ് കപ്പ, ഭക്ഷ്യയോഗ്യമാണ്. കിഴങ്ങ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് മധുരക്കിഴങ്ങ്, അതിലും സംഭരണ വേര് കാണപ്പെടുന്നു, അതും ഭക്ഷ്യയോഗ്യമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പനിക്കൂർക്കയെ നമ്മൾ ഇന്ത്യൻ ബൊറേജ് എന്നാണ് പറയുന്നത്. ലീവ്സ് ഹാവ് എ സ്പെഷ്യൽ സ്മെൽ ആൻഡ് ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. പിന്നെ ടാപ്പിയോക്കയിൽ എന്തുണ്ട്? സ്റ്റോറേജ് റൂട്ടുണ്ട്, എഡിബിൾ ആണ്, ഭക്ഷ്യയോഗ്യമാണ്. സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, സ്റ്റോറേജ് റൂട്ടുണ്ട്, അതും എഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ 20 സസ്യങ്ങളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അവയുടെ ഗുണങ്ങളും അവയുടെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇതുപോലെ പട്ടികപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളും കൂടുതലെണ്ണം നിരീക്ഷിച്ച് ഈ ഒരു ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ബുക്കിൽ എഴുതി തയ്യാറാക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.